നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മുത്തശ്ശി, അമ്മ, നിങ്ങൾ പോവരുത്. എന്നാൽ നമുക്ക് ഇറങ്ങാൻ കൈമളേട്ടാ. ഇറങ്ങാം. നിന്നെ കുറിച്ചോർത്ത് എനിക്ക് സങ്കടമേ ഉള്ളൂ. കാരണം ദൈവം തരാൻ പോകുന്ന ശിക്ഷ അത്ര ഭയങ്കരമായിരിക്കും. ഓ, അത് ഞാൻ സഹിച്ചോളാം. നിങ്ങൾ ആരും അതോർത്ത് സങ്കടപ്പെടണ്ട. സഹിച്ചല്ലേ പറ്റൂ. ഞാൻ ഒരിക്കൽ കൂടി നിന്നോട് പറയുക, മീനാക്ഷി ഒരു തെറ്റും ചെയ്തിട്ടില്ല. എല്ലാം ഇവളുടെ കഴുത്തിലേക്ക് ചുമത്തിയിട്ട് പോയ നിന്റെ ഭാര്യയും അവളുടെ കാമുകനുമാണ് കുറ്റക്കാർ. പോകുന്ന പോക്കിൽ ഒരു പാവപ്പെട്ട പെങ്കൊച്ചിനെ ചതിച്ചിട്ട് പോയവരവര്. അതിന് പതുക്കെ അവരനുഭവിച്ചോളൂ. വേലി ചാടിയ പശു കോലുകൊണ്ടേ അറിയൂ. അവളെ അവൻ തെരുവിൽ ഉപേക്ഷിച്ചിട്ട് കടന്നുകളയും. 100% ഉറപ്പാ. പക്ഷേ നിഷ്കളങ്കയായി എന്റെ മീനാക്ഷി കൊച്ചിനെ വേദനിപ്പിച്ചതിന് നാളെ നീ ദുഃഖിക്കേണ്ടി വരും. ഇത് നിന്റെ മുത്തച്ഛനായിരുന്ന ആൾ പറയുന്ന പ്രവചനമാണ്. നീ മനസ്സിൽ കുറിച്ചിട്ടോ. നിന്നെ ഈ അമ്മ ശപിക്കില്ല. ഞാൻ പ്രാർത്ഥിക്കാം. നിന്റെ ഈ മനസ്സിലും എത്രയും പെട്ടെന്ന് ദൈവം കടന്നു വരാൻ. അവസാനമായിട്ട് ഒരു വാക്ക്. വാക്കല്ല, താക്കീതാണ്. അമ്മയോടും ഓമന മകനോടും. മീനാക്ഷി എന്റെ വല്യേട്ടന്റെ മകളാണ് എന്നുവച്ചാ ദാ ഈ നിൽക്കുന്ന കുഞ്ഞിനെ പോലെ എന്റെ മകള്. പെണ്ണും പിള്ള നഷ്ടപ്പെട്ടതിന്റെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ട് ഈ കുഞ്ഞിനെ നീ ഉപദ്രവിച്ച, നീ ഏത് കൊമ്പത്തെ പോലീസ് ഓഫീസർ ആയാലും ശരി, നിന്റെ പണിക്കുട്ടം ഞാൻ തീർക്കും. മനസ്സിലായടാ? കൈമളേട്ടാ, വാ. ജഗദീഷ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കൂടിയാണ് ചെമ്പകമംഗലത്തിന്റെ അവകാശി. ഒരവകാശവും ഇല്ലാത്തത് ദേ ഇവക്കാണ്. യഥാർത്ഥത്തിൽ നീ അല്ലടി പാരസൈറ്റ്. പിന്നെ എന്റെ മകൻ അമ്മ എഴുതി നൽകിയ ഈ ഇഷ്ടദാന ആധാരം എന്ത് ഇഷ്ടദാന ആധാരം? കാർത്തിക് ഉപദ്രവിക്കാൻ നോക്കുന്നെന്ന് കാണിച്ച് ഇത് അമ്മയ്ക്ക് അസ്ഥിരപ്പെടുത്താവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാനും ജഗദീഷും കൂടി കംപ്ലൈന്റ് ആയിട്ട് ഒരു പെറ്റീഷൻ സിവിൽ കോർട്ടിൽ ഫയൽ ചെയ്താൽ അവിടെ അവസാനിക്കും ഇഷ്ടദാനാധാരത്തിന്റെ മൂല്യം. അതുകൊണ്ട് തന്നെ അമ്മയ്ക്കും അച്ഛനും മറ്റുള്ളവർക്കും ഈ കുടുംബത്തിൽ തന്നെ താമസിക്കാം. ഈ നിൽക്കുന്ന ആരെയും പുറത്താക്കാനുള്ള അധികാരം കാർത്തികനില്ല. പിന്നെ കുടുംബസ്വത്തിന്റെ കാര്യത്തിൽ ഞാനും ജഗദീഷും സാവിത്രിയെ പോലെ സങ്കുചിതരല്ല. സ്വത്തിനേക്കാളേറെ മാനുഷിക മൂല്യങ്ങൾക്കും സ്നേഹബന്ധങ്ങൾക്കും വില നൽകുന്നവരാണ് ഞങ്ങൾ.
അതെ, മാന്യതയ്ക്കും മര്യാദയ്ക്കും ആണെങ്കിൽ നീ ഞങ്ങൾക്ക് അന്യനല്ല. എല്ലാം നിനക്കെഴുതി തന്നിട്ട് ഞങ്ങൾ ഞങ്ങളുടെ പാട്ടിന് പോവും. അതുകൊണ്ട് കാർത്തി, നിന്നെ ഞങ്ങൾ വളർത്തിയത് ഞങ്ങളുടെ പൊന്നോമന മകനായിട്ടാ. നീ ഭീഷണിക്കൊന്നും നിൽക്കണ്ട. അമ്മയും അച്ഛനും ജഗദീഷും ഒക്കെ ഈ വീട്ടിൽ തന്നെ താമസിക്കട്ടെ. എന്ന് വച്ചാൽ നിന്റെ ഔദാര്യമല്ലേ? നിന്റെ ഔദാര്യത്തിൽ ഞാനിവിടെ താമസിക്കുന്നു നീ കരുതുന്നുണ്ടോ? അമ്മേ, ആരുടെ ഔദാര്യം എനിക്ക് ആവശ്യമില്ല. ഔദാര്യം പറ്റാനല്ലല്ലോ ഉപദേശിച്ചത്. ന്യായത്തിന്റെ ഭാഷയിലല്ലേ അവൻ സംസാരിച്ചത്. ഇവന്റെ ന്യായവും അന്യായവും ഒന്നും എനിക്ക് കേൾക്കണ്ട. അന്ധമായ പുത്രവിരോധം. എന്തു ആയിക്കോട്ടെ, എന്തായാലും കാർത്തി ഇത്രയേറെ നമ്മളെ അവഹേളിച്ച സ്ഥിതിക്ക് എന്റെ തീരുമാനത്തിൽ മാറ്റമില്ല. എന്റെ കൂടെ വരാൻ തയ്യാറുള്ളവർക്ക് വരാം. അമ്മേ, എന്നെ അങ്ങനെ വിളിക്കരുതെന്ന് നിന്നോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മ എന്നെ വെറുത്തോളൂ, ശപിച്ചോളൂ, വേണമെങ്കിൽ തല്ലിക്കൊന്നോളൂ. പെറ്റമ്മയെ കരയിപ്പിച്ചതിനുള്ള ശിക്ഷ ഞാൻ ഇപ്പോഴും അനുഭവിക്കുക. ഞാനത് അനുഭവിക്കാൻ തയ്യാറാ. എന്നോട് എങ്ങനെ വേണമെങ്കിലും അമ്മ പ്രവർത്തിച്ചോളൂ. പക്ഷേ എന്റെ മോള് മീനാക്ഷി ഇവിടെ ഈ അവസ്ഥയിൽ തനിച്ചാക്കിയിട്ട് പോകുന്നത് അമ്മേ ശരിയാണോ? അമ്മയോടൊപ്പം, നിങ്ങൾ എല്ലാവരോടൊപ്പം ജീവിക്കാനല്ലേ അവൾ ആഗ്രഹിക്കുന്ന അമ്മേ? വല്യേട്ടൻ പറയുന്നത് ശരിയല്ലേ അമ്മേ? ഈ കാർത്തി ഇങ്ങനെ ദാരികനെ പോലെ നിൽക്കുമ്പോൾ ഈ കുഞ്ഞിനെ ഒറ്റയ്ക്കാക്കി പോകുന്നത് മനുഷ്യത്വമാണോ അമ്മേ? നമ്മൾ പോയാ ഇവനും ചേച്ചിക്കും കൂടി മീനാക്ഷി ഉപദ്രവിക്കാനുള്ള ആവേശം കൂടും. കടുവാക്കൂട്ടിലേക്ക് മാൻകുട്ടി എറിഞ്ഞു കൊടുക്കുന്നതിന് തുല്യവാദം. മക്കൾ പറയുന്നത് നമുക്കനുസരിക്കാം, അല്ലേ രാജലക്ഷ്മി? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.